വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് അവൽ വിളയിച്ചത്. നമ്മളിന്ന് അവൽ വിളയിച്ചതാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ശർക്കര അടപ്പത്ത് വയ്ക്കാം. ശർക്കര അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് എത്ര അളവിൽ വേണമെങ്കിലും നെയ്യ് ചേർക്കാവുന്നതാണ്. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല, ഉണക്കമുന്തിരിങ്ങ ഇതെല്ലാം ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പൊട്ടുകടല, ഉണക്കമുന്തിരിങ്ങ, കശുവണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കശുവണ്ടിപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. കശുവണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്ക, കശുവണ്ടിപ്പരിപ്പ് ഇതൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് തേങ്ങ ചിരകിയതിട്ട് നന്നായിട്ട് തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അവൽ വിളയിച്ചത് പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പോൾ തേങ്ങ നന്നായിട്ട് വാടി കഴിയണം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര പാനിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നു തുടങ്ങി. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയ ഒരു വിഭവമാണ് അവൽ. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ ഒരു സ്നാക്സ് ഐറ്റംസാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഒരു മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കും. അങ്ങനെ കേടുകൂടാതിരിക്കണമെങ്കിൽ തേങ്ങ നന്നായിട്ട് മൂത്തതിന് ശേഷമേ അവലിലിട്ട് കൊടുക്കാവുള്ളൂ. അവൽ വിളയിച്ച് നല്ല സോഫ്റ്റായിട്ടിരിക്കണമെങ്കിൽ ശർക്കര വെള്ളം ശരിക്ക് വറ്റിപ്പോകുന്നതിന് മുമ്പ് തന്നെ അടപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കണം. നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞതിൻ്റെ ചൂടൊന്ന് ആറുമ്പോഴത്തേക്കും ചെറുതായിട്ട് കുറുകും. അപ്പോൾ കുറച്ച് ശർക്കര പാനി അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വാങ്ങി വയ്ക്കണം. ഇപ്പോൾ ശർക്കര പാനി നന്നായിട്ട് തിളച്ചു. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് അവൽ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ മൂത്തത് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് അവൽ ചേർത്ത് കൊടുക്കുകയാണ്. അവലും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അത് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നു തുടങ്ങി. ഒരുപാട് വെള്ളം വറ്റാൻ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി അത് കുറുകും. കുറച്ച് വെള്ളത്തിൽ തന്നെ വാങ്ങി വയ്ക്കണം. ഇപ്പോൾ ഇത് ഏകദേശം വാങ്ങി വയ്ക്കാറായിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ അവൽ വിളയിച്ച് തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.